ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറിയുടെയും പരിപ്പ് കറിയുടെയും റെസിപ്പി കാണാം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 സവാള നമ്മൾ നീളത്തിൽ അരിഞ്ഞത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് കുറച്ച് നെയ്യും ഓയിലും ഉപയോഗിച്ചിട്ടുണ്ട്. സവാള ഫ്രൈ ആയി സൈഡിലോട്ട് ഒതുക്കി വെച്ചതിന് ശേഷം അതിലേക്കിട്ട് നമുക്ക് കാഷ്നട്ടും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് ഈ നെയ്ച്ചോറ് തയ്യാറാക്കണമെങ്കിൽ ഒരടുപ്പിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു സവാളയും അരമുറി ക്യാരറ്റും കൂടി വഴറ്റിയെടുത്തു. അരി നേരത്തെ 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്നതാണ്. 2 കപ്പ് അരിയാണ്, ഞാൻ ഈ കപ്പിന് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 4 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കും. 4-4.5 കപ്പോളം വെള്ളം നമ്മൾ എടുക്കാം. തിളച്ച വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് ഈ റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ആ വെള്ളത്തിലേക്ക് 2-3 പുതിനയിലയും 2 മല്ലിയിലയും ഇടാം. വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഗരം മസാലയാണ്, മസാല ഐറ്റംസ് എല്ലാം കൂടെ ഒരു നുള്ള് അതിലേക്ക് ഇട്ടു. ഇനി പാകത്തിന് ഉപ്പിടും. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. പരലുപ്പാണ് ഞാനിവിടെ ഇട്ടത്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുത്ത് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന അരി അതിലേക്ക് ഇടാം. അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം ചെറിയ തീയിലാക്കി വെക്കണം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നെയ്ച്ചോറിലേക്കുള്ള ചിക്കൻ കറി പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ചോപ്പറിലിട്ടാണ് ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ സവാള അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് തക്കാളിയും ഇടുന്നുണ്ട്. ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് 2 വിസിലടിക്കണം. 2 വിസിലിൽ ആ ഉള്ളി നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് കറി വെക്കാൻ എളുപ്പമാണ്. കുറേ നേരം ഉള്ളി വഴറ്റേണ്ട കാര്യമില്ല. ഞാനിത് നേരത്തെ ഒരു റെസിപ്പി ചിക്കൻ കറിയിൽ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിയുടെ വെള്ളമെല്ലാം ഇറങ്ങി നല്ല ഗ്രേവി പരുവത്തിലായി കിട്ടും. ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിലടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ ഇത് അരപ്പെല്ലാം ഒന്ന് പിടിക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കണം. ചിക്കൻ ഒരടുപ്പിൽ നമ്മൾ ഇതുപോലെ വറുത്തെടുത്തിട്ട് ഒരടുപ്പിൽ കുക്കറിൽ ഉള്ളിയും വഴറ്റിയാൽ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാൻ പറ്റും. ഒരു സൈഡിലേക്ക് നമുക്ക് ഇനി ഒതുക്കി വെക്കാം. പകുതി ഫ്രൈ ആയിട്ടുണ്ട് ചിക്കൻ. ആ എണ്ണയെല്ലാം സൈഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ എണ്ണയിലേക്ക് ചേർത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറുതായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ നെയ്ച്ചോറൊക്കെ നല്ലതുപോലെ ദമ്മായിട്ടുണ്ട്, നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ചിക്കനെല്ലാം ഇനിയും ഒരു സൈഡിലോട്ട് നീക്കണം. അതിനുശേഷം നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ കറിയും ചോറുമെല്ലാം ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വിധമാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഒരു സൈഡിലേക്ക് ചിക്കനെല്ലാം സൈഡിൽ ഒതുക്കി വെച്ച് ആദ്യം വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും മൂപ്പിച്ചെടുത്തു. അതിനുശേഷം മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് മൂപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി നല്ലതുപോലെ ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് കുക്കറിൽ ഇങ്ങനെ വെച്ചതുകൊണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ആ ഉള്ളിയിൽ നിന്നുള്ള വെള്ളമാണ്, ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നല്ല ഗ്രേവി പരുവമായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ചതച്ചത് ചേർക്കാം.
ചിക്കൻ നല്ല പാകമായിട്ടുണ്ട്, നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിടി മല്ലിയില അതിലേക്ക് ചേർക്കാം. ചേർത്തൊന്ന് മിക്സാക്കി അടച്ച് വെക്കാം. അങ്ങനെ നല്ല ഗ്രേവി പരുവത്തിലുള്ള പൊരിച്ച കോയിൻ്റെ മണമുള്ള ചിക്കൻ കറി റെഡിയായിരിക്കുകയാണ്. ഇനി കുറച്ച് പരിപ്പ് കറി തയ്യാറാക്കാം. പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി അരച്ച് ചേർത്ത് ഒന്ന് കടുവറുത്ത് തിളപ്പിച്ചിറക്കാം. ഞാനതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ പരിപ്പ് കറിയും നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയ ഐറ്റംസുമായി ഞാൻ വരുന്നുണ്ട്. സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആളെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.